റബ്ബേ. കണ്ട നീ, അതാണ് അർ-റഹീം. അപ്പൊ ഈ ഭക്ഷണം ഭൂതത്തിൽ ഉണ്ടാക്കി തന്നത് നീയാണ്, വർത്തമാനത്തിൽ തിന്നാൻ സഹായിക്കുന്നത് നീയാണ്, ഭാവിയിൽ ഇതിന്റെ വരും കാര്യങ്ങൾ റാഹത്താക്കി തരുന്നത് നീയാണ്. പഠിച്ചോനെ അത് മട്ടത്തിലാക്കി തരണട്ടോ. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിന്റെ ബഹുമതിയാണത്, അതിന്റെ മഹത്വമാണത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ടാണ് നമ്മൾ ബിസ്മിയെല്ലാം മറന്നു പോകുന്നത്. ബിസ്മിയെല്ലാം മറന്നു പോകാൻ പാടില്ല. ഈ 3 മേഖലയും അള്ളാഹുവിനാട് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അള്ളാഹു തആല കാര്യങ്ങൾ ചെയ്യും. വിശ്വാസി ശരിക്ക് ചിന്തിക്കണം ഇതൊക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, നല്ലൊരു വാക്ക്. ഭക്ഷണം കിട്ടി, തിന്നു, റാഹത്തായി, സന്തോഷായി, ആ റബ്ബിനൊരു നന്ദി. അൽഹംദുലില്ലാഹ് അല്ലദീ യത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എൻ്റെ ശക്തിയല്ല, എൻ്റെ പ്രതാപമല്ല, നിന്റെ കനിവ് മാത്രം. ഇതെനിക്ക് ഭക്ഷിപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ഇതൊന്ന് പറയാം. അതിൽ ഏറ്റവും ചുരുങ്ങിയത് പൂർണ്ണമായി ചെല്ലാൻ അറിയാത്തവർ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറയണം എഴുന്നേൽക്കുമ്പോൾ. ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ്. മറന്നു പോകരുത് ഇന്നു മുതൽ. ഇത് വലിയ ഒരു കാര്യമാണ്, വലിയ ഒരു കാര്യമാണിത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ വലിയ വലിയ സംഭവങ്ങൾ പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ അവന്റെ കൂടെ പിശാചും ഭക്ഷണം കഴിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ആ വീട്ടിലെ ചെറിയ ഒരു മോള് വന്നിട്ട്, ഒരു കൊച്ചു ബാലിക, അവൾ വന്നിട്ട് പ്ലേറ്റിലേക്ക് കൈയിങ്ങ് നീട്ടുകയാണ്. റസൂലുള്ളാഹി അവളുടെ കൈയിങ്ങ് പിടിച്ചു. ഇപ്പം ഇത് കണ്ടപ്പോൾ വേറുള്ളവർക്കൊക്കെ ഒരു വിഷമം. ചെറിയൊരു കുട്ടി അല്ലേ, നമ്മളൊക്കെ അങ്ങനെയല്ല വിലയിരുത്തുക. മൂലിയാർ ഒരു കണ്ണുചോരല്ലാത്ത മൂലിയാരാട്ടോ, ചെറിയൊരു കുട്ടി. അത് പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുമ്പോൾ അതിൻ്റെ കൈ പിടിച്ചു വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ കയ്യട പിടിച്ചു. എന്നിട്ട് റസൂലുള്ള എടുത്തു കൊടുത്തു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്തേ നബിയെ നിങ്ങൾ ആ കുട്ടിൻ്റെ കൈക്ക് പിടിച്ചത്? ചെറിയൊരു കൊച്ചു ബാലികയാണ്, ചെറിയൊരു പെൺകുട്ടിയാണ്. അവളെ കൈക്ക് പിടിക്കാൻ കാരണം എന്താ? റസൂലുള്ള പറഞ്ഞു, പിശാച്ചിനറിയാം ഈ ഭക്ഷണം കഴിക്കാൻ പിശാച്ചിന് കഴിയൂലാന്ന്. കാരണം എന്താ? ഇവിടെ ഇരിക്കുന്ന ഞാനാണ്. റസൂലുള്ളാഹി പറയാണ്, ബിസ്മിയൊക്കെ ചെല്ലിപ്പിച്ചിട്ടേ ഇത് തുടങ്ങുള്ളൂ. അപ്പൊ ഇതിന് മൂപ്പർക്ക് പങ്കുണ്ടാവില്ല എന്ന് ഉറപ്പാ. ബിസ്മി ചെല്ലാതെ തുടങ്ങിയ ഭക്ഷണത്തിലോ അത് കയ്യോട് മൂപ്പർക്ക് ഇരുന്ന് തിന്ന. അപ്പൊ ഈ കുട്ടിയുടെ കൈക്ക് പിശാച്ച് വന്നതാ, കുട്ടിനെ പിശാച്ച് വിട്ടതാ. കാരണം കുട്ടി വന്നെടുക്കുമ്പോ ബിസ്മി ചൊല്ലൂലല്ലോ. അപ്പൊ എനിക്കത് കഴിക്കാതെ വിചാരിച്ചിട്ട് കുട്ടിയുടെ കൈക്ക് പിശാച്ച്. അപ്പൊ ഞാൻ അവളുടെ കൈ പിടിച്ചപ്പോ അവളുടെ കൈയല്ല പിടിച്ചത്, യഥാർത്ഥത്തിൽ പിശാച്ചിന്റെ കൈയും അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഹബീബ് പറയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ അവളുടെ കൈക്ക് പിടിക്കുമ്പോൾ അവളുടെ കയ്യിൽ പിശാച്ചിന്റെ കയ്യുമുണ്ട്. അവൾ ബിസ്മി അല്ലാതെ ഭക്ഷണം കഴിക്കണം എന്ന് അവൻ ഉദ്ദേശിച്ച് അവളെ മാറ്റിമാക്കി വിട്ടതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ബിസ്മി വലിയൊരു കഷ്ണാവൊക്കെ എടുത്തു കൊടുത്തു. പ്രശ്നം തീർന്നില്ലേ? അവളെ സന്തോഷിപ്പിച്ചു. പക്ഷെ അവൾ അതിൽ കൈയിട്ടാൽ ബിസ്മി അല്ലാതെയാണ് ആ ഭക്ഷണം തുടങ്ങിക്കൂടാ. അപ്പൊ ബിസ്മി ചൊല്ലിയേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അതിന് പിശാച് ആർക്കെങ്കിലും ഒക്കെ മറപ്പിക്കും. അങ്ങനെ ഉണ്ടാകുന്നത് നല്ലോണം കരുതണം, മറക്കരുതാരും. ബിസ്മി ചൊല്ലി തന്നെ തുടങ്ങണം, ഹംദ് പറഞ്ഞു തുടങ്ങണം. ഹംദൊക്കെ പറയുന്നത് എത്ര വലിയ പുണ്യമുള്ള കാര്യമാണെന്നറിയൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു നീണ്ട സംഭവങ്ങൾ പറയാനുണ്ട്, പക്ഷെ പറയാനുള്ള സമയം കിട്ടുമെന്ന് ഏതായാലും നമുക്ക് പെട്ടെന്ന് പറയാം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് ഒരു ദിവസം ഒരു വഴിക്കിങ്ങനെ പുറപ്പെടുകയാണ്. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ ഒരു വഴിക്ക് വന്നിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ ഒരു വഴിക്ക് വന്നിരിക്കുക. ആദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിശന്ന് വലഞ്ഞൊരു വഴിവക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. എന്താ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ കാരണം എന്നറിയോ? ആരെങ്കിലും വഴിപ്പോക്കന്മാർ എന്താ ഉമറെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. അവരുടെ കൂടെ അവർ വിളിച്ചാൽ പോകണം, എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ ആ വഴിക്ക് ആദ്യം വരുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇല്ല, എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ്, എന്നെ കൂട്ടിക്കൊണ്ട് പോകും, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരാതിരിക്കില്ല. ഇതൊക്കെ മനസ്സിലിങ്ങനെ കരുതി വെച്ചു. അങ്ങനെ അങ്ങോട്ട് നടന്നു വരുമ്പോ ആദ്യമായി കാണുന്നത്
ശരിക്കും ചിന്തിച്ചോളൂ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി കാണുന്നത് സിദ്ദീഖുൽ അക്ബറിനെയാണ്. സിദ്ദീഖുൽ അക്ബർ കാണുമ്പോൾ ആദ്യമായി ചോദിക്കുന്നത് മല്ലദീ മാ അഖ്റജക യാ ഉമർ, മാ അഖ്റജക യാ ഉമർ. ഉമറേ, നേരത്തെ ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ? ഈ നട്ടുച്ച സമയത്ത് ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താന്ന് മനസ്സിലായില്ല, പറ. എന്തോ പ്രത്യേകിച്ച് കാരണം എന്തോ ഉണ്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ ഈ നട്ടുച്ച നേരത്ത്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റജനിയൽ ജൂൾ, വിശപ്പാണ് എന്നെ പുറത്തിറക്കിയത്. വിശന്നിട്ട് ഒരു നിർവാഹം ഇല്ലാഞ്ഞിട്ട്, വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നതാ. ആരെങ്കിലും വന്നു വൈക്കാരെങ്കിൽ കണ്ടു വിളിച്ചു എങ്കിൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അബൂബക്കർ സിദ്ദീഖിന് വിഷയം മനസ്സിലായല്ലോ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അഖ്റജനിയല്ലദീ അഖ്റജക യാ ഉമർ. ഉമറേ, നീ പുറത്തിറങ്ങാനുള്ള സാഹചര്യം എന്താണോ അത് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. കണ്ടോ, രണ്ടുപേരും വിശന്ന് വലഞ്ഞിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി എന്താ, പരിഹാരമില്ലല്ലോ. രണ്ടാളും അവരുടെ പട്ടിണിക്കഥയും പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോഴാ വരുന്നു മൂന്നാമതാ വഴിക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആദ്യം തന്നെ ചോദിച്ചു, മാ അഖ്റജകുമാ, എന്തേ ഇപ്പൊ ഈ അസമയത്ത് രണ്ടാളും ഇവിടെ? രണ്ടാളുടെ മറുപടി, നബിയെ, വിശപ്പുകൊണ്ട് പുറത്തിറങ്ങിയതാ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അഖ്റജനിയല്ലദീ അഖ്റജകുമാ, എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എന്റെ കൂട്ടുകാരെ, നിങ്ങൾ പുറത്തിറങ്ങാനുള്ള കാരണം